നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിനകത്ത് എത്ര വോൾട്ടേജ് എത്ര യൂണിറ്റ് നമ്മളിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ഈ സാധനം എല്ലാ EVയിലും ഉണ്ടെങ്കിൽ നമുക്ക് ചാർജിങ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. നമുക്ക് എവിടെ പോയാലും വേണ്ടി ചാർജ് ചെയ്യാം. ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു EV എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ചാർജിങ് സ്റ്റേഷൻ അവൈലബിലിറ്റി. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇഷ്ടംപോലെ ചാർജിങ് സ്റ്റേഷനൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും റൂറൽ ഏരിയയിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചാർജിങ് സ്റ്റേഷൻ്റെ അവൈലബിലിറ്റി കുറവാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പം കോട്ടയം ജില്ലയിലെ പാലയിലാണെങ്കിൽ ഇവിടെ പാലയിൽ സറൗണ്ടിങ്സിൽ ചാർജിങ് സ്റ്റേഷൻ്റെ അവൈലബിലിറ്റി കുറവാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേനും ആൾക്കാർക്ക് ഒരു കൺഫ്യൂസ്ഡ് ആകും. ഈ ചാർജിങ് സ്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ലോങ് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇടുക്കി ഭാഗത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ചാർജിങ് സ്റ്റേഷൻ്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. നമ്മുടെ നോർമൽ സ്ഥലത്തെ അപേക്ഷിച്ച് ഭയങ്കര കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ചാർജ് ചെയ്യാനാണ്. ഇനി അതുമല്ല, നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ടോ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ കസിൻ്റെ വീട്ടിലോട്ട് നമ്മൾ പോകാമെന്ന് വെച്ചു, ഇപ്പോൾ ട്രാവൽ ചെയ്യുവാണ്. നമുക്ക് അവിടെ ചെന്നാൽ ഒന്ന് വണ്ടി ചാർജ് ചെയ്യണമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ ഉള്ള സാഹചര്യം അവിടെ കാണത്തില്ല. ഒന്നെങ്കിൽ ഒരു പ്ലഗ് പോയിൻറ്റ് വെളിയിലോട്ട് കാണത്തില്ല. വണ്ടി സ്കൂട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുറച്ചുകൂടെ അടുത്തോട്ട് വെച്ചിട്ട് ചാർജ് ചെയ്യാം. പക്ഷേ കാറൊക്കെ ആകുമ്പോഴത്തേനാണെങ്കിൽ നമുക്കൊരിക്കലും ചാർജ് ചെയ്യാനുള്ള ഒരു ഫീസിബിലിറ്റി കാണത്തില്ല. ഒരു എക്സ്റ്റൻഷൻ ബോർഡ് എടുത്ത് നമുക്കിന്ന് കണക്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര ക്വാളിറ്റി ലോഡ് എത്ര ലോഡ് ആംബിയർ ലോഡ് വലിക്കുമ്പോഴത്തേനും ആണെങ്കിൽ ശരിക്കും അതൊരു ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. വണ്ടിയുടെ ചാർജിങ് സോക്കറ്റും ചാർജിങ് പോയിൻറ്റും എല്ലാം ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ ഫേസ് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂ ഇത് തന്നെയാണ്. കാര്യം വെച്ചാൽ എവിടെയെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ചാർജ് ചെയ്യണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ വണ്ടർ കറണ്ടിൻ്റെ ഒരു ചാർജിങ് ഹബ്ബ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇത് കാണിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തണം തോന്നി. കാര്യം കുറച്ചുകൂടെ ഈ സാധനം എല്ലാ EVയിലും ഉണ്ടെങ്കിൽ നമുക്ക് ചാർജിങ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. നമുക്ക് എവിടെ പോയാലും വേണ്ടി ചാർജ് ചെയ്യാം. ഇപ്പോൾ ഈവൻ ഒരു കടയിലുണ്ടെങ്കിൽ നമുക്കൊരു ജ്യൂസ് കടയിലുണ്ടെങ്കിൽ ജ്യൂസ് കടയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വീട്ടിൽ ചെന്നാൽ വീട്ടിൽ ഇപ്പോൾ ഒരു കസിൻ്റെ വീട്ടിൽ ചെന്നാൽ അവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ഇതിനെ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടർ കറണ്ടിൻ്റെ ഒരു ചാർജിങ് എക്സ്റ്റൻഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 40 മീറ്റർ നീളമുള്ള കേബിൾ ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ ഒരു പവർ പ്ലഗോ അല്ലെങ്കിൽ ഒരു 15 ആമ്പിയറിൻ്റെ ഒരു പവർ പ്ലഗ് ഉണ്ടെങ്കിൽ അവിടെ കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഏത് വണ്ടിയും വേണമെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സാധനം പറഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ വണ്ടിയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. നമ്മളിപ്പോൾ വണ്ടർ കറണ്ടിൻ്റെ ഈ ചാർജിങ് ഡോക്കിൽ നമ്മളിപ്പം കറണ്ട് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ എർത്തിങ്ങിൻ്റെ വയർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എർത്തിങ് പ്രോപ്പർ ഇല്ലാത്ത ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് നമുക്ക് എർത്തിങ് വേറെ ഒരു എർത്തിലോട്ട് ഒരു 5 മീറ്റർ നീളമുള്ള വയറും അതേപോലെ ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെമ്പ് റോഡും പ്യുവർ ചെമ്പായിട്ടുള്ള റോഡും കൂടെയാണ്. അത് മണ്ണിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ എർത്തിങ്ങിൻ്റെ പ്രശ്നങ്ങൾ നമുക്കിവിടെ ഒഴിവാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മളിവിടെ ഈ ചാർജിങ് ഡോക്കറ്റിൽ നിന്ന് ഇപ്പോൾ MGയുടെ ഈ ചാർജിങ് സോക്കറ്റ് വെച്ച് തന്നെ നമ്മളിവിടെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ചാർജിങ് ഇൻഡിക്കേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കംഫർട്ടബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിനകത്ത് എത്ര വോൾട്ടേജ് എത്ര യൂണിറ്റ് നമ്മളിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്. ഈ ഡിസ്പ്ലേക്കകത്ത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം വോൾട്ടേജ്, ഫ്രീക്വൻസി, എത്ര ആംബിയർ വരുന്നുണ്ട് കറണ്ട്, അതേപോലെ തന്നെ എത്ര യൂണിറ്റ് കറണ്ട് നമ്മളിപ്പോൾ ഈ ചാർജിങ്ങിന് വേണ്ടി യൂസ് ചെയ്തു. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പുറത്ത് എവിടെയെങ്കിലും ഒരു കടയിൽ പോയിട്ട് നമ്മളിപ്പോൾ ചാർജ് ചെയ്യുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ഒരു 10 യൂണിറ്റ് അല്ലെങ്കിൽ ഒരു 5 യൂണിറ്റ് കറണ്ട് യൂസ് ചെയ്തു. നമ്മുടെ ചാർജ് ചെയ്യുന്ന റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 5 യൂണിറ്റ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇപ്പം മിനിമം എനിക്ക് തോന്നുന്നു 8 to 10 രൂപയാണെന്ന് തോന്നുന്നു യൂണിറ്റിന്. നമുക്ക് ആ ഒരു പൈസ കണക്കാക്കി തന്നെ നമുക്ക് ചാർജിങ്ങിന് പൈസ കൊടുക്കുകയും ചെയ്യാൻ പറ്റും. പക്ഷേ ഫാസ്റ്റ് ചാർജിങ് അല്ല എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഉണ്ട്. എപ്പോഴും നമ്മൾ ഫാസ്റ്റ് ചാർജിങ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് ബാറ്ററിയുടെ ഹെൽത്തിനെ കാര്യങ്ങളൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിന് ഈസി ആയിട്ട് ചാർജ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 40 മീറ്ററോളം നീളമുള്ളൊരു വയർ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഡിജിറ്റൽ മീറ്റർ ക്ലസ്റ്റർ കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ ഈ ഈസി ആയിട്ട് നമ്മുടെ എർത്തിങ് റോഡും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കംപ്ലയിൻറ്റും കൂടാതെ എത്ര ദൂരത്തിലാണെങ്കിൽ പോലും നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബാഗ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ആ ബാഗിലോട്ട് നമുക്കിത് എടുത്ത് വെക്കുക. അതേപോലെ ഇത് റോൾ ചെയ്യാനും ചുരുട്ടാനും ഈ വയർ ഈസി ആയിട്ട് മടക്കാനും ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡിസ്കംഫോർട്ട് വരത്തില്ല. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് ചുരുട്ടിയെടുത്ത് കറക്കി റോൾ ചെയ്ത് നമ്മുടെ ഈ ബാഗിനകത്ത് വെക്കുക, നേരെ വണ്ടിയെ ഡിക്കി വെക്കുക. അധികം സ്പേസ് പോകത്തില്ല, ഏരിയ പോകത്തില്ല. നമുക്ക് ഈസി ആയിട്ട് ഈ വണ്ടിയെ തന്നെ കൊണ്ടു നടക്കാനും പറ്റും. അതിൻ്റെ ഒരു മെയിൻ പ്രത്യേകതയാണ്. ഈ പ്രോഡക്റ്റിന് 2 കൊല്ലം വാറണ്ടിയാണ് വരുന്നത്. അതായത് ഡയറക്റ്റ് നമ്മുടെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ 2 കൊല്ലം വാറണ്ടിയും, ആമസോണിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ 1 ഇയർ വാറണ്ടിയും ലഭിക്കുന്നതാണ്. നമ്മുടെ ഇതിൻ്റെ വയറിൻ്റെ നീളവും കാര്യങ്ങളും എല്ലാം കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിനായിട്ട് ഞാൻ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്തേക്കാം. അവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് മേടിക്കാൻ പറ്റുന്നതാണ്.
നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു EV യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ ഇത് നമുക്കിത് ക്യാരി ചെയ്ത് നമ്മുടെ കൂടെ കൊണ്ടുനടക്കാനും പറ്റും. അതേപോലെ ചാർജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. കാര്യം റേഞ്ച് ആങ്സൈറ്റി ഇവിടെ നമ്മുടെ ഒഴിവാകുകയാണ്. ഇതിപ്പോൾ നമുക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. ആമസോൺ ചോയ്സിൻ്റെ റെക്കമെൻഡ് ചെയ്യുന്ന ബിസിനസ് പാർട്ണറാണ്. അതുകൊണ്ട് നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ട് എടുക്കാം. ഇനി അല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ wondercam.in എന്നുള്ള സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം. താല്പര്യമുള്ളവർക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു. ദിസ് ഇസ് ജിഷോർ മലർ സൈനിങ് ഓഫ്.